ഹലോ ഹലോ എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് ഓൺ കണ്ടംപററി പോപ്പുലർ ഫിക്ഷൻ. നമ്മൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം രണ്ട് എപ്പിസോഡ് കഴിഞ്ഞു. മൂന്നാമത്തെ എപ്പിസോഡാണ്. പിന്നെ വേറെ ആരൊക്കെയാ? ജോസഫ് അന്നംകുട്ടി ജോസ്, പുള്ളിയുടെ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ ഞാൻ വായിച്ചിട്ടുണ്ട് പുള്ളിയുടെ കുറച്ച്. സ്നേഹം കാമം ഭ്രാന്ത് വായിച്ചായിരുന്നു. വളരെ കണ്ടംപററി റൊമാൻസസ് ആണ്, കൂടുതൽ റൊമാൻസസും അതുപോലെ യുനോ പീപ്പിൾ ഇൻട്രാക്ഷൻസും ആണ്. ഡെഫിനറ്റ്ലി പുള്ളി ഒരു സെലിബ്രിറ്റി ഒക്കെയാണ്. പുള്ളി എന്തോ ആർജയോ എന്തൊക്കെയോ ആണ്. അപ്പം ഞാൻ ആദ്യം എടുത്തപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇതുണ്ടായിരുന്നു, സെലിബ്രിറ്റി ആയതുകൊണ്ട് പബ്ലിഷ്ഡ് ആയെന്ന്. ബട്ട് ഐ റിയലി ലൈക്ക് ദ കണ്ടന്റ് ഇൻ ഇറ്റ്. അത്യാവശ്യം വളരെ സിമ്പിൾ ലാംഗ്വേജുമാണ്. വളരെ ഈ മോഡേൺ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ആളുകളുടെ ഇൻട്രാക്ഷൻസ് ആണ് അതിൽ മുഴുവനും. ഇറ്റ് വാസ് ഗുഡ് ഫോർ ഷുവർ. എനിക്ക് ഐ വുഡ് ഡെഫിനറ്റ്ലി ലവ് ടു റീഡ് ഹിസ് അതർ വർക്ക്സ്. ഈ ആദ്യത്തെ പുസ്തകമാണ് ദൈവത്തിന്റെ ചാരന്മാർ, അങ്ങനെ എന്തോ ഒരു ബുക്കായിരുന്നു അത്. മൂപ്പരുടെ കുറച്ച് ഫേസ്ബുക്ക് കുറിപ്പുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട് പുള്ളി. ആ, എനിക്ക് തോന്നുന്നു പോണം എന്തോ കണ്ടിട്ട് അത് കൺഫസ് ചെയ്യുന്നത് എന്തോ ബേസ് ചെയ്തിട്ട് പുള്ളിയുടെ അമ്മയോട് അങ്ങനെയാണ് പറയുന്നത് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അത് വളരെ വൈറലായ ഒരു കുറിപ്പായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല. അത് പണ്ട് നമുക്ക് ഇൻഫി മെയിലിലൊക്കെ വന്നിരുന്നു, ചെയിൻ മെയിലായിട്ട് ഈ സാധനം സ്ക്രീൻഷോട്ട് വന്നിരുന്നു. എഫ് ബിയിൽ വന്ന സാധനമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പുള്ളി എഴുതി. പുള്ളി സംസാരിക്കുമ്പോൾ തന്നെ പുള്ളിക്ക് ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു ഇതുണ്ട്, കഴിവുണ്ട്. നമ്മുടെ ഈ നല്ല ഒരു എന്താ പറയുക, ഒരു വളരെ ഫ്ലോ ഉള്ളൊരു സംസാരമാണ്. അത് തന്നെയാണ് പുള്ളിയുടെ എഴുത്തിലും വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അത് ഈ പറഞ്ഞ പോലെ പുള്ളി ഇതില് എന്താ പറയണേ, മറയും ഒളിച്ചുകെട്ടലും അങ്ങനെയൊന്നുമില്ല. ആക്ച്വലി പുള്ളിയുടെ ഇതിൽ ഉള്ള ഒരു കഥ അതുപോലെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റിൽ ഹി ഹാസ് ദ സ്കാം ടു ക്യാം സെക്സ് വിത്ത് സംബഡി ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻസ് എന്നുള്ളതാണ് ആ കഥ. അത് പുള്ളി ചെയ്തതായിരിക്കില്ല, ബട്ട് ഫസ്റ്റ് പേഴ്സണിലാണ് കഥ. സോ അതൊക്കെ അവസാനം ഒരു വിങ്ങല് ഉള്ളിൽ അവസാനിപ്പിക്കുന്ന ടൈപ്പ് കഥകളാണ്. സോ ഹീസ് നോട്ട് സ്റ്റേയിങ് in a pedestal. He's not putting the lead character in a pedestal where he's good, right? A normal human person എന്നുള്ള രീതിയിലുള്ള കഥകളാണ്. ഓക്കെ, വേറെ ആരുടെയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുന്നത്? അവിടെ ഒരു പുസ്തകമുണ്ട്, അപസർപ്പകം, പ്രശാന്ത് നമ്പ്യാർ. അപ്പോൾ അത് വളരെ എന്താ പറയുക, അതിനകത്ത് അതൊരു ഒരു ഒരു പാരൽ സ്റ്റോറി. ഒരു പെൺകുട്ടിയെ കാണാൻ വരുന്നു. ഷീസ് മാരീഡ്. അത് നമുക്ക് അതൊരു അവിഹിതമാണോ എന്ന് തോന്നും. അവർ തമ്മിൽ അങ്ങനെ കുറേ നമ്മൾ അടുത്തേക്ക് പോകുന്ന കുറച്ച് സിറ്റുവേഷൻസ് അതിലുണ്ട്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പാരലായിട്ട് ഒരു കേസ് അന്വേഷണമുണ്ട്. അത് ഒരു പഴയ ഡയറിയോ അങ്ങനെ എന്തോ വായിച്ച് കിട്ടുന്ന ഒരു കേസ് അന്വേഷണമാണ്. അപ്പോൾ ഈ രണ്ടും എഴുതിയിരിക്കുന്ന രണ്ട് ലാംഗ്വേജിലാണ്. ഒന്ന് എനിക്ക് തോന്നുന്നു കണ്ണൂർ ബേസ് ചെയ്ത ഒരു ലാംഗ്വേജിൽ അവരുടെ സംഭാഷണങ്ങളൊക്കെ, ഈ രണ്ട് കപ്പിൾ തമ്മിലുള്ള സംഭാഷണം. മറ്റേത് ശരിക്കും ഒരു പോലീസ് ഡയറിക്കകത്തുനിന്ന് വരുന്ന പോലത്തുള്ള ഒരു 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 റൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ അറ്റ് ദി എൻഡ് ഇവർ തമ്മിലുള്ള രണ്ടുപേര് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നു. അത് മീൻസ് ആക്ച്വലി അത് എന്തായിരുന്നു അവർ പോലും റിയലൈസ് ചെയ്യുന്നില്ല. അത് ഈ കേസ് അന്വേഷണം അത് തീരുമ്പോൾ, ആ പോലീസ് ഡയറി വായിച്ച് തീരുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. ഈ പോലീസ് ഡയറി ഇവർ വായിക്കുന്നതാണോ അതോ വേറെ ഏതെങ്കിലും ട്രാക്ക് വഴി കയറി വരുന്നതാണെന്ന് അറിയില്ല. ഒരു മാൻ മിസ്സിങ് കേസ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഒരു മാൻ മിസ്സിങ് കേസോ ഒരു അസ്ഥികൂടം കണ്ടെത്തുന്നതോ അങ്ങനെ എന്തോ ബേസ് ചെയ്തിട്ടൊരു സംഭവമാണ്. ഈ ക്രൈം ട്രാക്കും ഇതും വളരെ നന്നായിട്ട് എഴുതി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കിട്ടിയാൽ വായിച്ച് നോക്കണം, നല്ലൊരു പുസ്തകമാണ്. ഗ്രീൻ ബുക്സ് ആണെന്ന് തോന്നുന്നു പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കാരണം പുള്ളി ഇതിനകത്ത് ചെറിയ ഒളിയമ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഡി സിക്കെതിരെ. അതായത് ഇത് ഡി സി റിജക്ട് ചെയ്ത നോവലാന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് ചെറിയ എന്തോ സൈഡ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരു ട്രോള് പോലെ സൈഡിൽ കൂടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ കപ്പിൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഭയങ്കര ഹ്യൂമറസ് ആണ്. കാര്യം ബോർഡേഴ്സ് ഓൺ അത് വേറെ ലെവലിലോട്ട് പോകും നമ്മൾ വിചാരിക്കുമെങ്കിലും ഇറ്റ് നെവർ ഗോസ്. അവർ തമ്മിലുള്ള ബാൻഡറൊക്കെ കിടവാണ്. അത് ഒന്ന് ട്രൈ ചെയ്യാവുന്ന പുസ്തകമാണ്.
ആരും അത് പിന്നെ പറഞ്ഞു കേട്ടില്ല. അന്ന് ആ ടൈമിൽ ഒരു ഒരു പുഷ് ഉണ്ടായി എന്നല്ലാതെ പിന്നെ ആരും അതിനെപ്പറ്റി എവിടെയും പറഞ്ഞ് കേട്ടിട്ടില്ല. നമ്മൾ ദാമിയന്റെ അതിഥികളെ പറ്റി സംസാരിച്ചോ? ഇല്ല, നമുക്ക് ലെറ്റസ് ഗെറ്റ് ഇൻ ടു അരുൺ ആർഷ. ആ, അനൂപ് വായിച്ചതല്ലേ ദാമിയന്റെ അതിഥികൾ? വായിച്ചിട്ടില്ല. ഓക്കെ. എന്റെ ആക്ച്വലി ഇത് ഷെൽഫിൽ ഇരിപ്പുണ്ട്. എന്താ പറയണ, ഒരു തുടങ്ങാൻ ഒരു അറപ്പ്, അതുകൊണ്ട് തുടങ്ങാത്തതാണ്. ഞാൻ പറയുവാണെങ്കിൽ ഈ പറഞ്ഞ പുസ്തകങ്ങളിലൊക്കെ വളരെ ഒരു ഒരു അപ്പർ ലെയറിൽ നിൽക്കാൻ പറ്റിയ പുസ്തകമാണ്. കാരണം അതിൻ്റെ എഴുത്തും അതിൻ്റെ അത് തരുന്ന അറ്റ്മോസ്ഫിയറും അതിൻ്റെ ഒരു ആ, ആ, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഒരു സിഗ്നിഫിക്കൻസും വെച്ച് നോക്കുമ്പോൾ കോൺക്വിസ്റ്റഡോസിൻ്റെ ടൈമാണ്, ഈ സ്പാനിഷ് ഇൻക്വിസിഷൻ്റെ ടൈമിനെ പറ്റി ഒരു കഥയാണ്. പക്ഷേ അത് ഫ്രം ഈ സൈഡിൽ നിന്ന് സ്പെയിനിൽ നിന്ന് തുടങ്ങുന്ന യാത്രകളാണ് പലതിൻ്റെയും തുടക്കം. ചിലരൊക്കെ ഈ ഭാഗ്യാന്വേഷികളുടെ മറ്റേ അന്ത്യം എങ്ങനെയായിരിക്കും എന്ന രീതി കാണിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് അവർ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സ്, ക്ലോഡിയോ പിസാറോ, ആൻഡഗോയ, ഇവരൊക്കെ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സ് തന്നെയാണ്. നമ്മൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ കൂടി ചേർത്തിട്ട് അവരുടെ കഥകളും അവരുടെ മീൻസ് അവരുടെ പേഴ്സണൽ ലൈഫും അവർ നേരിടുന്ന പ്രശ്നങ്ങളും പിന്നെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടൊരു ക്യാരക്ടറുണ്ട്, ഭ്രാന്തൻ മെത്രാൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട്. അയാളുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഒരു എന്താ പറയുക, നന്നായിട്ടൊരു ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. നല്ലൊരു ആ, ഒരു 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 മാരിടൈം അഡ്വഞ്ചർ, ഒരു നല്ല പ്രക്ഷുബ്ധമായ കടലിൽ കൂടെ ഒരു യാത്ര, പ്ലസ് നമ്മൾ അവിടെ ചെന്നിട്ടുള്ളൊരു ബീട്രയൽ ആ ഇൻകൻസിനെ അതിന് വലിയ ഫോക്കസ് കൊടുത്തിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ മഞ്ഞലോഹം എന്ന് പറയും, സ്വർണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര, സ്വർണത്തിന് വേണ്ടിയുള്ളൊരു സ്ട്രഗിൾസ്, അതിന് അവർ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ എല്ലാം ചേർത്തിട്ട് നല്ലൊരു ആ, കൃതിയാണ്. നല്ലൊരു റൈറ്റിംഗ് ആണ്. അതിൻ്റെ ഒരു ലാംഗ്വേജ് വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്, പക്ഷേ ഒരു പൊടിപ്പും തൊങ്ങലും ഇല്ല. വളരെ ക്ലിയർ കട്ടായിട്ട് നന്നായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും അത് മറ്റേ അതിൻ്റെ വായനക്കാരങ്ങനെ എടുത്ത് വായിച്ചിട്ടില്ല. ബുക്കിൻ്റെ സൈസ് കൊണ്ടാണോ എന്നറിയില്ല, അതോ ഒരു കേൾക്കാത്ത മീൻസ് സൈസ് കാരണം ആൾക്കാരെ ഒഴിവാക്കുമ്പോൾ ബാക്കിയുള്ളവർ ആ പോപ്പുലാരിറ്റി മനസ്സിലാക്കാൻ അവർക്ക് പറ്റില്ല. ആക്ച്വലി അത് വളരെ നല്ലൊരു പുസ്തകമാണ്. അതിന് റീഡർഷിപ്പ് അധികം കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെയും പുസ്തകങ്ങൾ മറ്റേത് എഴുതിയിട്ടുണ്ട്. സെർച്ച് ഫോർ എൽഡറാഡോ, അതാ അത് വലുതുമാണ്. എൽഡറാഡോ എന്ന് പറഞ്ഞിട്ടൊരു മിത്തിക്കൽ സ്ഥലം ഉണ്ടല്ലോ, ഗോൾഡിൽ. നിങ്ങൾ ആരെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ടോ, ദ റോഡ് ഇല്ല. ടു എൽഡറാഡോ? ഇതാണോ മറ്റേ അനിമേഷൻ മൂവിയാണോ? ഡിസ്നിയുടെ ആനിമേഷൻ മൂവി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡിസ്നി മൂവി. അല്ലത്. ഡിസ്നി ആണോ അത്? അല്ല. ഡിസ്നിയാണോ? എനിക്കറിയില്ല. ഡിസ്നിയാണ്, പിക്സാർ അല്ല. Okay. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ മൂവി. പണ്ട് കണ്ടതാ സ്റ്റാർ മൂവീസിൽ വന്നപ്പോൾ. ഒരു ടൂലിയോ ആൻഡ് മിഗുവൽ. He is Tulio, I am Miguel, and people call us Tulio and Miguel. എൽഡോറാഡോ ശരിക്കും ഒരു ഫിക്ഷണൽ പ്ലേസ് അല്ലേ? അതെ, ഇത് ഇവര് തപ്പി പോകുന്നതാണ്, സിറ്റി ഓഫ് ഗോൾഡ്. സ്പാനിഷുകാരെ തപ്പി പോകുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതുണ്ടല്ലോ, ഞാൻ ആ സമയത്താണ് ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സിന്റെ ഒരു എപ്പിസോഡ് കണ്ടത്. ജിബാറോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് അതിനകത്ത്. എനിക്ക് തോന്നുന്നത് ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സ് സീസൺ 3 2 അങ്ങനെയാണ്. അതിനകത്തെ ആ സീരീസ് എടുത്താൽ വൺ ഓഫ് ദ ബെസ്റ്റ് എപ്പിസോഡ്സ് ആണ്. അതൊന്ന് കണ്ടു നോക്കണം. സൈലന്റ് ആണ്. വരുന്നു കഥ എന്ന് പറയൂ. ഇത് തന്നെ സ്പാനിഷ് ഇൻക്വിസിഷൻ ആണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു സ്ത്രീയെ കാണുന്നു, ഫുൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഭയങ്കര ആർട്ടിസ്റ്റിക് സാധനമാണ്, വളരെ ആർട്ടിസ്റ്റിക് ആണ്. സൈലന്റ് ആണ്, അതിന് ഇതില്ല, ഡയലോഗ്സ് ഇല്ല അതിനകത്ത്. കാരണം ഇവര് രണ്ടുപേരും മ്യൂട്ടാന്ന് തോന്നുന്നു അതിനകത്ത്. ഈ പുള്ളിക്കാരി സംസാരിക്കുന്നില്ല, ഈ സോൾജർ മ്യൂട്ടാണ്. അപ്പൊ അതാണ്, അതുകൊണ്ട് ഡയലോഗ്സ് ഇല്ല. നല്ല കണ്ടു നോക്കണം കേട്ടോ. ശരിക്കും ഇതിന്റെ ആ ഒരു തീം അതിലുണ്ട്. അല്ല, അതിൽ ആ മുഴുവനും ആ ശബ്ദമാണ്. ആ പെണ്ണ് വരുമ്പോഴുള്ള കിലുക്കങ്ങളുണ്ട്, സംസാരമൊന്നുമില്ല. ആ പെണ്ണ് വരുമ്പോഴുള്ള കിലുക്കങ്ങൾ, അവളുടെ മൂവ്മെന്റ്സും ഒക്കെയാണ്. ഇറ്റ്സ് എ വിഷ്വൽ ട്രീറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയായിരുന്നു? മറ്റേ ഇത് എങ്ങനെയുണ്ടായിരുന്നു, ഓഷ്വിറ്റ്സിലെ ചുവന്ന പോരാളി? അതും പുള്ളിയുടെ അല്ലായിരുന്നു? ഞാൻ വായിച്ചിട്ടില്ല. വായിക്കണം. രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഓഷ്വിറ്റ്സ് ഇപ്പൊ വായിക്കാൻ തുടങ്ങി, കെപ്റ്റ് ഇറ്റ് അസൈഡ്, എടുക്കണം, വായിക്കണം എന്നുള്ള
എനിക്ക് ഇത് വായിച്ചതനുസരിച്ചിട്ട് പറയുന്ന റൈറ്റിംഗ് വൈസ് ഒരിക്കലും നിരാശപ്പെടുത്തില്ല. പുള്ളിയുടെ അല്ലേ വെരി കഥ സോഫിസ്റ്റിക്കേറ്റഡ്. മാതൃഭൂമിക്ക് കൊടുത്തിട്ട് അവന്മാര് വായിച്ചു പോലും നോക്കാഞ്ഞിട്ട് പുള്ളി വെല്ലുവിളിച്ചെന്ന്. വെല്ലുവിളിച്ചു. ഞാന് പുള്ളി ഒരു ഞാൻ സ്ക്രീൻഷോട്ട് ഉണ്ട്, നൗഷാദ് എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയുടെ ആ എഡിറ്റർക്ക് പുള്ളി ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ബുക്ക് ഷെൽഫിൽ തന്നെ ഇത് വെച്ച് വിൽക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ആ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ. ഗ്രീൻ ബുക്സ് ആണ് ഇത് എടുത്തത്. ചിലപ്പോൾ വിറ്റ് കാണും, ചിലപ്പോൾ ചെയ്തിട്ടാവില്ല, അറിയില്ല. പക്ഷേ ആ, നല്ലൊരു പുസ്തകമാണ്. ഇറ്റ് ഡിസേർവ്സ് മോർ. Alright. പിന്നെ ഇപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഒരു എഴുത്തുകാരൻ്റെ ഒരു പുസ്തകത്തിനെ കുറിച്ച് പരിചയപ്പെടുത്താനുണ്ട്. Again, it has not got the level of audience that it deserves. നോവലിൻ്റെ പേര് പ്രേതചന്ദ്രൻ, എഴുത്തുകാരൻ്റെ പേര് കൃഷ്ണകുമാർ മുരളീധരൻ. ആക്ച്വലി എൻ്റെ അമ്മ ഈ മോഡേൺ എഴുത്തുകാരെ മുഴുവൻ എഴുതി ഇട്ടേക്കുന്ന ആളാണ്. അമ്മയ്ക്കൊന്നും ദഹിക്കില്ല. പ്രേതചന്ദ്രൻ അമ്മ ഒറ്റ ഇരിപ്പിന് ഇരുന്ന് വായിച്ചു. പ്രത്യേകിച്ച് എന്താ പറയണേ, ഒരു ജനറൽ കൺസെൻസസ് ആൻഡ് ഐ എഗ്രി ടു ദാറ്റ്, ഇറ്റ് ഈസ് ദാറ്റ് ഒരു സത്യനന്ദിക്കാട് ഒരു ഹൊറർ ഫിലിം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് പ്രേതചന്ദ്രന്റെ മൂഡെന്നാണ് ഒരു ഇൻ ജനറൽ കൺസെൻസസ്. അപ്പോ എടുത്തല്ലോ സർവം. സർവം. പിന്നെ എനിക്കൊന്ന് അതിൻ്റെ അകത്ത് എനിക്ക് ഇപ്പോഴും ഒരു സീക്വൽ വേണ്ട ഒരു കഥാപാത്രം അശ്വത്ഥാമാവാണ്. ദാറ്റ് ഈസ് പ്രോബബ്ലി മൈ ഫേവറേറ്റ് ക്യാരക്ടർ തന്നെ. എനിക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, അത് ബേസിക്കലി ഒരു ശവമാണ്, അഴുകി തുടങ്ങിയ ഒരു ശവമാണ്. But again, right, deserves more, definitely a lot more readers than a lot of trash that comes out. Put your money on the table and just go. അയ്യോ, അശ്വത്ഥമാവ് ശരിക്കും സോംബി അങ്ങനെ ഒരു ക്യാരക്ടറെ പറ്റി ചിന്തിച്ചിട്ട് പോലില്ല. കാരണം ഞാൻ വിചാരിച്ചത് മറ്റേ നീൽ ഗെയ്മാൻ എഴുതുന്ന പോലെ എന്തെങ്കിലും ഫാന്റാസ്റ്റിക്കൽ ക്യാരക്ടേഴ്സിനെ എഴുതാം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ്. അപ്പൊ കിട്ടിയൊരു ഇതാണ്. ശവം സംസാരിച്ചു തുടങ്ങി അങ്ങനെ ഇരിക്കും. അപ്പൊ ഞാനിതിനെ പറ്റിയൊക്കെ സംസാരിച്ച് ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരാളോട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു, എടാ അത് സോംബി അല്ലേ സംഭവം. പക്ഷെ സോംബിക്ക് പക്ഷെ ഇതില്ലല്ലോ, ആക്ച്വലി ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ. ചില സോംബികൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു, ചില വേർഷൻസിനുണ്ട്. വാം ബോഡീസ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വന്നതാണ് അശ്വത്ഥാമാവ്. അല്ലെങ്കിൽ ഇത് സംസാരിക്കാൻ ഒരാൾ വേണമല്ലോ, അല്ലെങ്കിൽ അത് ലേസി റൈറ്റിംഗ് ആയി പോകും. കാരണം മരിച്ച ആളുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല, അപ്പൊ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ ആൾക്കാർ, മരിച്ച ആൾ വേണം. അങ്ങനെ വന്നതാണ്. ഹാപ്പി ദാറ്റ് ഇതിന് ഒരു പ്ലാൻ ഒന്നും ഇല്ലാതെ എഴുതിയൊരു സംഭവമാണ് പ്രേതചന്ദ്രൻ. ആക്സിഡന്റൽ എന്ന് തന്നെ പറയാം. പുള്ളി പറഞ്ഞു എഴുതിയതാ, നീ എഴുതി നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ തോന്നിയ പോലെ എഴുതി. കാരണം ഞാൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ വിസിറ്റ്സ് ആയിരുന്നു വൈഫിന്റെ കാര്യമൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്ന സാധനമാണ്. അപ്പൊ അതിന് വന്നു കഴിഞ്ഞപ്പോ അതിങ്ങനെ എത്തി, ഒരു ഇതിലെത്തി. അത്രേ ഉള്ളൂ. അത് അന്നൊക്കെ ഒരു ഫോഴ്സും ഇല്ലാതെ എഴുതാൻ പറ്റുമായിരുന്നു. അതായത് 10 ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് എങ്ങാണ്ട് തീർത്തതാണ് അതിന്റെ. ഈ ലാസ്റ്റ് ഒരു വർക്ക് സാൻഡിക്ക് അറിയാം, അതിങ്ങനെ ഞെക്കി പഴുപ്പിച്ച് ഒക്കെയാണോ സാധനം എഴുതുന്നത്. അതില് പല പ്രാവശ്യവും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നിർത്തുകയാണെന്നൊക്കെ പറഞ്ഞു വന്നതാണ് ഇടയ്ക്ക്, എനിക്ക് ഓർമ്മയുണ്ട്. ബട്ട് ഫൈനലി ഞാൻ ഫുൾ ഡ്രാഫ്റ്റ് വായിച്ചു. ഐ ആബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. Again, I'm really hoping that it gets to a publisher who has a wider reach. വരട്ടെ, ഹോപ്പ് സോ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നന്നായി മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പബ്ലിഷറിനെ എനിക്കറിയാം. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പബ്ലിഷർ അല്ലേ? മിക്കവാറും അവിടെ ചെന്ന് എത്തുന്നതാണ് എൻ്റെ ഒരു തോന്നല്ലേ. അതൊന്നും പറയുന്നില്ല. ഓക്കെ, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ആ ടൈമിലാണ് ഈ ഓറഞ്ച് തോട്ടത്തിൽ അതിഥി ഇതൊക്കെ ആ ടൈമിൽ ഇറങ്ങിയത്. പക്ഷേ മറ്റേ അപ്പോൾ ആളുകൾ എല്ലാ പുസ്തകങ്ങൾക്കും നല്ല റിവ്യൂസ് ഒക്കെ, വരുന്ന ബുക്കുകൾക്കൊക്കെ ഫേസ്ബുക്ക് വഴി നല്ല റിവ്യൂസ് ഒക്കെ വരുമായിരുന്നു. അതായത് എടുത്ത് വായിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞ് അതിങ്ങനെ കൊളുത്തി പോവുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതിന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഈ പുസ്തകത്തിന്. കാര്യം ആ സമയത്ത് പോപ്പുലർ വർക്ക്സ് ഒരുപാട് ഉണ്ടായിട്ട്, ഇതിനേക്കാളും പോപ്പുലർ ആയിട്ടുള്ള വർക്ക്സ് ഉണ്ടായിട്ടും ഇത് വായിക്കാൻ ആൾക്കാർക്ക് സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കും സമയമില്ല. ഒരു പുതിയ പുസ്തകം വന്നു കഴിഞ്ഞാൽ എത്ര നല്ലതാണെങ്കിൽ കൂടി
അതിന് ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാമിനകത്തുള്ള ഈ വൈറൽ മാർക്കറ്റിങ്ങോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദറോ ഇല്ലാതെ ഇക്കാലത്തൊരു പുസ്തകത്തിന് അങ്ങനെ ഒരു രണ്ടാം പതിപ്പൊക്കെ വരാൻ അല്ല ഇച്ചിരി പാടായിരിക്കും എന്ന് തോന്നുന്നു. അത് മാത്രമല്ല, ആ, വായനക്കാരില്ല ഇൻ ജനറൽ, റൈറ്റ്? ഈ ഫേസ്ബുക്കിൽ ഈ റീഡേഴ്സ് സ്ക്വയർ എന്നൊക്കെ പറയുന്നത് കുറച്ച് നാളായിട്ട് അതിൻ്റെ പോപ്പുലാരിറ്റി ഡ്രമാറ്റിക്കലി ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തൊന്നും ആരും ഒന്നും പോസ്റ്റ് പോലും ചെയ്യുന്നില്ല. കാരണം മിക്കവാറും എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന പോലെ പടം എടുക്കുക, നല്ല ഭംഗിയുള്ള നെയിൽ പോളിഷ് ഇട്ട കയ്യിൽ പുസ്തകം പിടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ആളുകൾ കാണും. ആരും അതിൻ്റെ ഇടയിൽ റിവ്യൂ ഒക്കെ എഴുതിയിടുന്നു. ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസസ് വന്നപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് അതാണ്. ഒരു പുസ്തകത്തെ അത് പറ്റിയിട്ട് എന്നെ നമ്മൾ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ അല്ല മാത്രം അല്ല അല്ല ഉദ്ദേശിച്ചാണ്. സബ്സ്റ്റൻസ് ഉള്ള റിവ്യൂ പറഞ്ഞേ. ചിലതൊക്കെ വെറുതെ ഈവൻ പുസ്തകം എന്താണെന്ന് അറിയാതെ ഒരു ഞാൻ ഈ ഇടയ്ക്കല്ല കുറച്ചായി അത് ഷോണാണ് എനിക്ക് കാണിച്ചത് ഒരു പുസ്തകം. അത് ആ ബുക്കിനകത്തുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നം പിടിച്ച കാര്യങ്ങളാണ്. അതായത് ഇത് വളരെ ഞാൻ ആ ബുക്കിന്റെ പേരും പറയുന്നില്ല, ചിലപ്പോൾ റിവ്യൂവറുടെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ പേര് പുറത്ത് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. അതിന് ഇട്ടേക്കണ മ്യൂസിക് ആ പുസ്തകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത്. വായിച്ച ആൾക്ക് അങ്ങനെ ഒരു മ്യൂസിക് ഇട്ട് റീൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഐ മീൻ, ഇഫ് യു ലൈക്ക് ട്രാവൽ റൈറ്റിംഗ്, എൻവയോൺമെന്റൽ റൈറ്റിംഗ്, ഷീസ് എൻ അമേസിങ് റൈറ്റർ. പുള്ളിക്കാരത്തിൻ്റെ പേര് ജെന്നിഫർ. ഇന്ത്യക്കാരിയാണ്. പുള്ളിക്കാരത്തി എൻ്റെ കൂടെയൊക്കെ ഒരുപാട് ബേർഡിങ് ട്രിപ്സിനൊക്കെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തി അരുണാചൽ പ്രദേശിലെ ഒരു ക്ലയൻറ്റിനെയും കൊണ്ട് ബേർഡിങ്ങിന് പോയതിൻ്റെ നോട്ട്സാണ് ആദ്യത്തെ പുസ്തകം, ഇങ്ക് ഓൺ ദ മൂവ് എന്നും പറഞ്ഞിട്ട്. നല്ല നല്ല രസമുള്ള സാധനമാണ്. പുള്ളിക്കാരത്തി ഡെറാഡൂണിൽ എന്തോ ആണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി ഈ ആളുകളെയും കൊണ്ട് അരുണാചൽ പ്രദേശ് ബോർഡർ ഏരിയയാണ്. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് പേര് ഈ ഇന്ത്യക്കാരെ കണ്ടുകൂടാത്തവരുണ്ട്. അപ്പം ഇവർ ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ഹൗ യു ലുക്ക് ആൻഡ് വെൻ യു ആർ ദെയർ ഇൻ അരുണാചൽ പ്രദേശ് യു സ്റ്റാൻഡ് ഔട്ട്. അപ്പോൾ അവിടെ വന്ന് ഇവരെ ആളുകളൊക്കെ എന്തിനാണ് ഇവിടെ വരുന്നത്, ഇന്ത്യക്കാർക്ക് ഇവിടെ സ്ഥാനമൊന്നുമില്ല, ഞങ്ങൾ ചൈനയിൽ ചേരാൻ പോവാണെന്ന് പറഞ്ഞ ആളുകളും അടിയുണ്ടാക്കിയ ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷേ അതേപോലെ ഇവർ ട്രൈബൽസിൻ്റെ വീട്ടിൽ പോയിട്ട് അവരുടെ കൂടെ താമസിച്ചതും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു കഥയാണ്. കഥയല്ല, ആസ് ഇൻ നോൺ ഫിക്ഷൻ. എന്നിട്ട് പുള്ളിക്കാരത്തി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ആരെടുത്തു ഇത് മാർക്കറ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെർച്ച് ചെയ്തിട്ട് അതേ പേരുള്ള ഒരു പുസ്തകത്തിൻ്റെ കണ്ടന്റ് എടുത്ത് ഇതായിട്ടിട്ടു, റിവ്യൂ കമൻ്റ് ആയിട്ടിട്ടു. അപ്പോൾ ഇവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിഷ് ചെയ്ത് ആ ഇൻസ്റ്റാഗ്രാം റിവ്യൂവറിനെ നാറ്റിച്ച് ഇത് ചെയ്തു. ബേസിക്കലി എന്താണ്, ഒരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറിയാണ്. ഒരാളുടെ ഏതോ ഒരു ക്യാരക്ടറിൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും അത് കഴിഞ്ഞിട്ട് ഹൗ ദേ ചോസ് ടു മൂവ് അഹെഡ് ഓഫ് അഡ്വേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരു റിവ്യൂ അടിച്ച് കയറ്റി. എന്നത് ഞാൻ അറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കുന്നു. അതെ, അതുപോലെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നല്ലോ ഒരു ന്യൂസ്, കേട്ടായിരുന്നോ? ഏതോ ഒരു വലിയ മീഡിയ ഹൗസിലെ റിവ്യൂവർ ചാറ്റ് GPT-ന്ന് റിവ്യൂ പോക്കി. അത് കണ്ടുപിടിച്ചു, വേറൊരു റിവ്യൂവിൽ നിന്ന് ഒരുപാട് സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചപ്പോൾ അവസാനം അയാൾ പറയണം ഐ എം എക്സ്ട്രീംലി അഷെയിംഡ് എന്ന്. പണ്ട് ശില്പ ഷെട്ടി കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ബുക്കാണ് ആനിമൽ ഫാം എന്ന് പറഞ്ഞു. ആനിമൽ ഫാം ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് മേക്സ് പീപ്പിൾ ലവ് ആനിമൽസ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി ബോസ് പറഞ്ഞിരുന്നു. എടുത്തിട്ട് അലക്കി. അത് പബ്ലിഷ് ചെയ്യുന്നവന് അതിന്റെ വിവരം വേണം, അല്ലെങ്കിൽ ചിലപ്പോ അറിയായിരിക്കും, വേണമെന്ന് വെച്ചിട്ട് പണിയിരുന്നോണ്ടായിരിക്കും. എനിവേസ്, ഓക്കെ. വേറെ എന്തെങ്കിലും നമ്മൾ പറയാൻ ബാക്കിയുണ്ടോ? ന്യൂറോ ഏരിയ പോരട്ടെ. എനിക്കത് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പം, ശിവൻ ഇടമനയുടെ ബുക്കാണ്. അത് വായിച്ചപ്പോ എനിക്ക് ആദ്യം തോന്നിയത് ഡാവിഞ്ചി കോഡിനോട് കിടപിടിക്കുന്ന ബുക്കായിട്ട് എനിക്ക് തോന്നുന്നത്, സ്ട്രക്ചർ വൈസ്. And I think it's more relevant nowadays because AI കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഡാവിഞ്ചി കോഡിനോട് കിടപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തും ഇതേപോലെ കുറെ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അത് കണ്ടുപിടിക്കുന്ന ക്ലൂവും
പേടിയൊക്കെ പോകുന്ന കാര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇറ്റ് ഹാസ് ഓൾസോ എ വില്ലൻ. ഉം. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ വെരി വെരി ഗുഡ് റീഡ്. അത് അത്രയ്ക്ക് അങ്ങോട്ട് അതിന് ആ ശ്രദ്ധ കിട്ടിയില്ല എന്ന് എനിക്ക് ഇല്ല, തോന്നുന്നു. ആക്ച്വലി അതില് ഈ പറഞ്ഞ സംഭവം കറക്റ്റാണ്. ഈ ഡെത്ത് വരുന്നില്ലേ, മറ്റേ നമ്മുടെ മറ്റേ ഡാവിഞ്ചി കോഡ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആൻഡ് ഡീമൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒരു ഡെത്തിൽ നിന്നാണ്. അത് എന്നിട്ടൊരു ഒരു ക്യാരക്ടറിന് കൊടുത്ത് പുള്ളിക്കാരി അത് അന്വേഷിച്ച് ചെല്ലുന്നു. ഈ പുള്ളിക്കാരിയും പുള്ളിക്കാരുടെ അച്ഛനും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഉണ്ട് ഫോൺ വഴി. അവർ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട്. അവരിങ്ങനെ പുള്ളി ഇവരെ ഉപദ്രവിക്കാൻ ഒരാൾ വരുമ്പോൾ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, സ്റ്റേ കാം, ഞാൻ പറയുന്നത് പോലെ നോക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഈ ബുക്കിന് റീഡർഷിപ്പ് ഇതുപോലെ തന്നെ, ഇത് കുറച്ച് കട്ടി കൂടിയ പുസ്തകമാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ചില ബുദ്ധിജീവികൾക്കൊന്നും ഈ പുസ്തകം അത്ര രസിച്ചിട്ടില്ല. പക്ഷെ ഇത് അതിൻ്റെതായുള്ള സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു റീഡാണ്. വളരെ പണ്ട് ഞാൻ ഇവിടെ ഒരു ഒരു ജോക്ക് വായിച്ചിട്ടുണ്ട്. വെൻ യു ആർ എ ഡ്രൈവർ, എവറിബഡി ഹു ഡ്രൈവ്സ് ഫാസ്റ്റർ ദാൻ യു ഈസ് എ മോറോൺ, ഈസ് എ മേനിയാക്, ആൻഡ് എവറിബഡി ഹു ഡ്രൈവ് സ്ലോവർ ദാൻ യു ഈസ് എ മോറോൺ. പുസ്തകങ്ങളുടെ കാര്യത്തിലും അതാണ്. എനി ബുക്ക് ദാറ്റ് ഈസ് എബോവ് യുവർ ഇന്റലക്ച്വൽ ലെവൽ ഈസ് ആർട്ട്. ആർട്ട് എന്നല്ല, അത്യന്താധുനികം, അവാർഡ് കൃതി. എനിത്തിങ് ബിലോ യു ഈസ് ട്രാഷ്. ചിലപ്പോ ആയിരിക്കും കേട്ടോ നമ്മുടെ ഒരു എക്സ്പെർട്ടീസിന് പുറത്ത് നിൽക്കുന്ന ഏരിയയിൽ എഴുതിയ പുസ്തകങ്ങള് നമുക്ക് വലുതായി തോന്നും. ചിലപ്പം ഈ പറഞ്ഞമാര് മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് ഇതെന്താ ഇത് വെച്ചേക്കണേന്ന് തോന്നുമായിരിക്കും. എനിക്ക് മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ട് ഐ ഫൗണ്ട് ഇറ്റ് വെരി എന്റർടൈനിങ്. അത് DC-ന്റെ ക്രൈം ഫിക്ഷൻ നോവൽ കോമ്പറ്റീഷൻ വിന്നറൊക്കെ ആയിരുന്നു ഇത്. ആക്ച്വലി ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഈ മെഡിക്കൽ ഫീൽഡിൽ പെട്ട ആൾക്കാരൊന്നും അല്ല ഇത് പറയുന്നേ. ഇത് പറയുന്നത് മറ്റേ എന്താ പറയാ, ഫേസ്ബുക്ക് ജീവികളാണ്. അവർക്ക് അവരുടെ ഒരു ഇതുണ്ട്, ഒരു ഒപ്പീനിയൻ ഉണ്ട്, അത് പറയാം അവർക്ക്. പക്ഷെ അത് ട്രാഷാന്ന് പറഞ്ഞാൽ അവർ ഓക്കെ. പക്ഷെ ബാക്കിയുള്ളവർ വായിക്കരുത് എന്ന രീതിയിൽ പറയുന്നത് ഇച്ചിരി മോശമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഇത് നല്ലൊരു പുസ്തകമായിരുന്നു. എൻ്റെ ക്ഷമ പരീക്ഷിക്കാത്ത ഒരു പുസ്തകമായിരുന്നു. ഒരിക്കലും അത് ഒറ്റയിരിപ്പിനങ്ങ് വായിക്കാൻ പറ്റുന്ന രീതിയിൽ. ഈ ചില ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുന്നുള്ള സംഭവങ്ങളില്ല. അങ്ങനെയുള്ള ബുക്സ് എന്നെ സംബന്ധിച്ച് വറുത്താണ്. അപ്പോൾ ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ലാജോ ജോസിൻ്റെ ബുക്കിന് പോലും ഞാൻ അതിൻ്റെ ക്ലൈമാക്സ് ഓർത്ത് വയ്ക്കുന്നു. അല്ലെങ്കിൽ ഈ കന്യാമരിയയിൽ എൻ്റെ ഡിസപ്പോയിൻമെൻറ്റ് പോലും ഞാൻ മീൻസ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടെങ്കിലും അതിൽ എൻ്റെ ഡിസപ്പോയിൻമെൻറ്റ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ അതും വലിയ കുഴപ്പമില്ല എനിക്ക് തോന്നിയില്ല. ചിലതൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി മറന്നുപോയി. എന്താണ് ബുക്കിൻ്റെ ടൈറ്റിൽ ഇല്ലാതെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന പുസ്തകം നമ്മളെ സംബന്ധിച്ച് എപ്പോഴും വർത്തായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ആരെങ്കിലും മോശമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ റിട്ടാലിയേറ്റ്. ഞാൻ ബുക്ക് റിവ്യൂ ചെയ്യുന്ന പലരും വളരെ ഐ സീൻ വെരി ബ്രൂട്ടൽ റിവ്യൂസ് എഴുതുന്ന ആൾക്കാരുണ്ട്. ദിസ് ഇസ് ജസ്റ്റ് ട്രാഷ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ഒരു ബുക്ക് ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ഫോർ മീ, ഐ കെൻ സേ ഇറ്റ് മൈറ്റ് നോട്ട് വർക്ക് ഫോർ യു എന്ന് എനിക്ക് പറയാം. അല്ലാണ്ട് എടുത്ത് വായിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയുന്ന അപ്പൊ ഇപ്പം നിങ്ങളൊക്കെ വായിക്കുന്ന ബുക്സുകളുടെ ഒരു ഐഡിയ എനിക്കുണ്ട്. അപ്പൊ ഐ മൈറ്റ് സേ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുമായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടാവില്ല എന്ന് എനിക്ക് പറയാം. എനിക്ക് വർക്ക്ഔട്ട്. അല്ലാണ്ട് ഇതൊന്നും വായിക്കേണ്ട ഒരു ആവശ്യമില്ല, വെറും ടൈം. പിന്നെയൊന്നും നമുക്ക് ഷുഡ് ബി ബിറ്റ് മോർ കൈൻഡ്നെസ് ആൾക്കാർക്ക് കാണിക്കാം. അങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പുസ്തകം ഇഷ്ടമായില്ലെങ്കിൽ പകുതിക്ക് വായിച്ച് നിർത്തി മൂവ് ഓൺ. അത്രേ ഉള്ളൂ അതിലൊക്കെ. എനിക്ക് വർക്കായില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ വർക്കാവും, ചിലർക്ക് എന്റെ ശരിയാവും, എനർജി ചിലവരുടെ നോക്കാം അങ്ങനെ. എനിക്ക് വർക്കായില്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്കിത് വർക്കായില്ല. അങ്ങനെ ഡെമോക്രാറ്റിക് ആയിട്ട് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്പോയിലറൊക്കെ ഇട്ടിട്ട് അത് പുസ്തകത്തിനെ മൊത്തം സ്പോയിൽ ചെയ്ത് അത് ചെയ്യുന്ന പരിപാടി ഇച്ചിരി മോശമാണ്. ബാക്കിയുള്ളവർക്ക് ഈ വെടക്കാക്കുന്ന പരിപാടിയില്ലേ, അത് ഒട്ടും ശരിയായ പരിപാടിയല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈവൻ മൂവീസും ഇപ്പൊ അങ്ങനെയല്ലേ, ഇറങ്ങി ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് നോട്ട് എവ്രി വൺ ഹാസ് ടൈം ടു ഗോ ടു തിയേറ്റർ ഒരാഴ്ചക്കുള്ളിൽ. അതൊക്കെ ഇത്തിരി മോശമാണ് ആക്ച്വലി. മൂവിന്റെ സീനൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കയറാൻ പറ്റത്തില്ല, സ്പോയിലേഴ്സ് ഒക്കെ ഇട്ടിട്ട് മീംസ് ഒക്കെ ഇറക്കുന്നത്. ഇന്നാളെ വാഴയുടെ കേസിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു എനിക്കത് വിഷമമില്ല, കാരണം ഇറ്റ്സ് ഫൈൻ ഫോർ മീ. ഞാൻ അത് കണ്ടുകൊണ്ട് ഞാൻ ആ സിനിമ കാണാതിരിക്കുകയോ അയ്യോ കാണുന്നത് എന്തെങ്കിലും പോയെന്ന് വിചാരിക്കും. പക്ഷെ there were a few sequences that came out which was supposed to be a surprise. ഞാൻ പറയുന്നില്ല ഇവിടെ എന്താന്ന്. അത്
വന്നു കഴിഞ്ഞപ്പോ ആൾക്കാർ അതിന്റെ ഇടയിൽ ഞാനത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതോ ഇതിലുള്ളതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അതിന്റെ താഴെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് എന്തിനാ ഇട്ടത്, കാണാത്തവർ ഇവിടെ ഇല്ലേ, അപ്പൊ ആരോ പറഞ്ഞു ഒരാഴ്ചയായിട്ട് സിനിമ കാണാത്തവർ ഇനി കാണണ്ടാന്നോ എന്നൊക്കെയോ. ലൈക്ക് ഇറ്റ്സ് നോട്ട് വാലിഡ്, ഇറ്റ്സ് നോട്ട് വാലിഡ്. ചിലർക്ക് ഇതൊക്കെയുള്ളൂ ലൈഫ് എന്ന് പറയുമ്പോൾ, സിനിമ വരുമ്പോൾ തന്നെ സിനിമ കാണൽ, അതാണ് ഫാൻ ആ പിന്നെ ഈ ഫൈറ്റ്. റേഞ്ച് ബേസ്ഡ് ആയിരിക്കും, കുറച്ചുപേരൊക്കെ വന്ന് കമന്റ് ചെയ്ത് വ്യൂസ് കിട്ടിയല്ലോ. Alright. അപ്പോ ഇനി വല്ലതും പറയാനുണ്ടോ? ഒരാളെ ആക്ച്വലി പറ്റി പറഞ്ഞു അല്ല, ഞാൻ ന്യൂറോ ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ബുക്കാണ്. പക്ഷേ ഇതിൽ കുറ്റം പറയാനാണെങ്കിൽ ഇതിന്റെ ക്ലൈമാക്സ് പെട്ടെന്നായതുപോലെ എനിക്ക് തോന്നുന്നു. ലൈക്ക് പെട്ടെന്നായെന്നല്ല, ലൈക്ക് ഡിനോമെന്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ക്ലൈമാക്സ് സംഭവിച്ചു കഴിഞ്ഞിട്ട് കൂട്ടിക്കെട്ടണം. അത് കൂട്ടിക്കണം. ആ സംഭവം ഇവിടെ അങ്ങോട്ട് നടന്നില്ല. നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല, കാരണം സ്പോയിലേഴ്സ് ആവും. പക്ഷെ അവിടെ ചെയ്യുന്നത് മെച്ചപ്പെടുത്താം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അത്രേ ഉള്ളൂ. ഈ സിനിമ ഇറങ്ങിയത് AI ഒക്കെ വളരെ പോപ്പുലർ ആവുന്നതിന് സിനിമയല്ല ബുക്ക് 2020-ലാണ് ഈ ബുക്ക് ഇറങ്ങുന്നത്. AI-ന്റെ ഒക്കെ ഇത് വരുന്നതിന് മുമ്പ് ഇറങ്ങിയതാണെന്നുള്ളതാണ് അതിന്റെ ഇറങ്ങി. ഇമ്പോർട്ടൻസ്. അത് ഇറ്റ് വാസ് വേ ahead of its time എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എനിക്ക് അതിൽ ഇതായിട്ട് തോന്നിയൊരു കാര്യം. തീർച്ചയായിട്ടും. ഈ വേറൊരു റൈറ്ററെ പറ്റി പറയാനാണ്, മോസ് വർഗീസ്. നമ്മൾ പല സ്ഥലത്തും മെൻഷൻ ചെയ്തിട്ടില്ല അദ്ദേഹത്തെ പറ്റിയിട്ട്. മോസിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഈ സഹാക്കിൻ്റെ വിരുന്ന്. അതാണ് ആദ്യമായിട്ട് പുള്ളിയുടെ ആദ്യത്തെ പുസ്തകം. അതാണ് ഗ്രീൻ ബുക്സ് ആണെന്ന് തോന്നുന്നു ഇറക്കിയത്. അത് അത്യാവശ്യം കൊള്ളാവുന്നൊരു പുസ്തകമാണ്. ഇവിടെ ആരെങ്കിലും വായിക്കാത്തുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ലാംഗ്വേജ് വൈസ് ആൻഡ് ദി സ്റ്റോറി ആക്ച്വലി ഹാസ് ടു ടെൽ. ഒരു ഷെഫിനെ ഒരു ടീം ഒരു പാർട്ടിക്ക് വിളിക്കുവാണ്, ഒരു പരിപാടിക്ക്. പുള്ളി ഒരു എക്സ്ക്ലൂസീവ് ഷെഫാണ്, വളരെ എന്താ പറയുക, പേര് കേട്ട ഒരു ഷെഫാണ്. ഐ തിങ്ക് ശ്രീലങ്കയിൽ നിന്നാണെന്ന് തോന്നുന്നു പുള്ളീനെ പിക്ക് ചെയ്യുന്നത്. ഒരാൾ വിളിക്കുന്നത് ഒരാളുടെ പ്ലാന്റേഷനിലേക്ക് ക്ഷണിക്കുവാണ്, അവരുടെ ഒരു ഫാം ഹൗസിലേക്ക്. അപ്പോൾ അവിടെ വെച്ച് ഇവർ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഒരു 4 പേരെങ്ങാണ്ടുണ്ട്. അവർ തമ്മിൽ അവർ ചിലരുമായിട്ട് ഇയാൾക്ക് അങ്ങനെ വലിയ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഒരാളൊരു മൊരടനാണ്, ഓരോരുത്തർക്കും ചിലർ ഇച്ചിരി ഷേഡിയാണ് ആൾക്കാർ. ഇവരെല്ലാവരും കൂടി 5 പേരും കൂടി കുന്തളിക്കാൻ വേണ്ടി പോകുന്നതാണെന്നാണ് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ഇംപ്രഷൻ. പിന്നെ പതുക്കെ അങ്ങനെ ടോൺ മാറും, കുറച്ച് ഡാർക്ക് ടോൺ ആവും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കഥ ഓടുന്നുണ്ട്, ഒരു പഴയ കഥ വരുന്നുണ്ട്. അയാളുടെ സ്വപ്നങ്ങളിൽ കൂടെ കാണുന്നതായിട്ടും അല്ലാതെയും ആ കഥ അതൊരു ഇറ്റാലിസൈസ് ചെയ്തിട്ട് വേറൊരു ഫോണ്ടിലാണ് കാണിക്കുന്നത്. ഇതെല്ലാം കൂടി എന്താ പറയുക, ഈ പറഞ്ഞ രണ്ട് ടൈം ലൈനിലെ കഥ പറഞ്ഞ് അവസാനം ഒരു സെർട്ടൺ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഫുൾ പിക്ചർ അങ്ങ് മാറും. കായാപ്പലട്ടാണ്, കംപ്ലീറ്റ് ഡാർക്കർ ടെറിട്ടറിയിലേക്ക് വരും. വായിക്കാത്തവർ വായിക്കണം. ഈ ഇസഹാക്കിൻ്റെ വിരുന്ന് എന്താണെന്ന് മനസ്സിലാക്കാൻ ആ ടൈറ്റിലിൻ്റെ അർത്ഥം കൂടി നമുക്കതിൽ മനസ്സിലാവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അത് വളരെ നല്ലൊരു പുസ്തകമാണ്. നല്ല എന്താ പറയുക, ഒരു ഫാസ്റ്റ് പേസ് റൈറ്റിംഗ് ആണ്, നല്ല ലാംഗ്വേജാണ്. മോസിൻ്റെ വേറൊരു പുസ്തകം അത് കഴിഞ്ഞിട്ട് വന്നത് സോങ്സ് ഓഫ് ഗബ്രിയൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വന്നായിരുന്നു. അത് ഒരു റിവെഞ്ച് ടൈപ്പ് സ്റ്റോറിയാണ്. ഒരാളുടെ പാസ്റ്റ് അയാളെ ഹോണ്ട് ചെയ്യുന്ന കഥയാണ്. ഒരു പഴയ ഇന്ത്യൻ ആർമി സുബേദാർ എന്തോ ആയിരുന്നു പുള്ളിയുടെ ഒരു പാസ്റ്റിലുണ്ടായ സംഭവം. പുള്ളിക്കൊരു യുദ്ധത്തിന്, എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ആ ലിബറേഷൻ്റെ സമയത്താണോ, ഈസ്റ്റേൺ പാകിസ്ഥാൻ ലിബറേഷൻ ടൈമിലുള്ള ഒരു യുദ്ധമാണെന്ന് തോന്നുന്നു. അത് ആ ടൈമിലുണ്ടായ ഒരു ആക്സിഡൻറ്റ്, അതിനുശേഷം അതിൻ്റെ ഇത് പുള്ളിയെ ഹോണ്ട് ചെയ്യുന്നതാണ്. പുള്ളി ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ ക്യാരക്ടറുണ്ട്. ഈ ക്യാരക്ടർ റിട്ടയറൊക്കെ ചെയ്ത് നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ കടുവ സിനിമയിലെ പൃഥ്വിരാജിൻ്റെയൊക്കെ ഒരു ഇത് കിട്ടും. കുറച്ചുകൂടി അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്, ഡയലോഗ്സൊക്കെ നല്ല രസമാണ്. ഈ ഒരു സിനിമ മെറ്റീരിയൽ സംഭവമാണ് ഈ സോങ്സ് ഓഫ് ഗബ്രിയൽ എന്ന് പറഞ്ഞ സാധനം. അത് രണ്ടും നല്ല പുസ്തകമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ മാൻകൈൻഡിലൊരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ വന്നായിരുന്നു, നേരങ്ങളുടെ ഉടയതമ്പുരാൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ അഖിൽ കെയുടെയൊക്കെ ലെവൽ റൈറ്റിംഗ് ആണ് മോസിൻ്റെ. കൊള്ളാവുന്ന നല്ല ലാംഗ്വേജാണ്. എവിടെയും അങ്ങനെ പുള്ളി സ്വന്തമായിട്ട് പുഷ് ചെയ്തിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷേ നല്ലൊരു എഴുത്തുകാരനാണ്, ട്രൈ ചെയ്യാവുന്ന പുസ്തകങ്ങളാണ്. ഈ നമ്മള് we've already discussed അഖിൽ പി. അല്ല, ഈ മോസ് വർഗീസിനെ കുറിച്ച് എന്തെങ്കിലും അഡീഷണലി? ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ ഇപ്പൊ കിൻഡിലിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, വായിക്കുന്നതായിരിക്കും.
വായിക്കും, അപ്പൊ വായിച്ച് തന്നെ അഭിപ്രായം പറയും. ഷുവറാ. നൈസ്, വളരെ നൈസായ സാധനങ്ങളാണ്. പുള്ളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ നൈസാണ്. എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഇതിന്റെയൊക്കെ ബ്ലേബ് വായിച്ചിട്ട് ഇപ്പൊ കൃഷ്ണകുമാർ ഇതിന്റെ ഒരു ചെറിയൊരു ഇത് പറഞ്ഞല്ലോ, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയില്. ഞാൻ ഇതിന്റെയൊക്കെ ബ്ലർബ് വായിക്കുകയാണെങ്കിൽ ഞാൻ ബുക്ക് എടുക്കില്ല. കാരണം എന്താ വെച്ചാൽ ഈ ബ്ലർബിൽ എഴുതിയേക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ലളിതമായിട്ട് എന്തുകൊണ്ട് ആൾക്കാർ ബ്ലർബ്സ് എഴുതുന്നില്ല എന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ. ഇത് ഇതിന്റെ ബ്ലർബ്, ഇഫ് യു ഗോ ടു ഗുഡ് റീഡ്സ് ആൻഡ് റീഡ് ദ ബ്ലർബ് ഓൺ ഇറ്റ്, യു വിൽ സി കൃഷ്ണകുമാർ പറഞ്ഞൊന്നല്ല ബ്ലർബിലുള്ളത്. അല്ല, അത് ഈ സാഹിത്യം വിളമ്പുന്ന സംഗതികളുണ്ട്. ഒരു ശരിയാണ്, സത്യമാണ്. അനാവശ്യം. കുറെ ഒരു വളവള. ആ. They are pre-processing സമാനവുമായ huge, they are അനുഭവ huge പരമ്പരകളിലൂടെ. pre-processing homo sapiens with huge aortic pumps എന്ന് പറയുന്നത്. They are good people with really big hearts എന്ന് പറയുന്നതിന് പകരം അങ്ങനെ എഴുതി എങ്ങനെ ഇരിക്കും? എല്ലാ വാക്കിനും തിസോറസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്ലർബ് ഇങ്ങനെ ഇരിക്കും. അതാണ് ഉദ്ദേശം. അപ്പൊ ഓക്കെ, അതുകൊണ്ട് താങ്ക് യു. അത് വളരെ സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ട് ഞാൻ ആ ബുക്ക് വാങ്ങിച്ചു. ആക്ച്വലി ഇതിന്റെ പ്രിമൈസാണ് ഞാൻ പറഞ്ഞത്. ബ്ലർബിലെ ഒരു പ്രിമൈസ് വെച്ചാൽ സ്പോയിലർ ആവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും, പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് ഈ പറഞ്ഞ പ്രിമൈസ് ആ പുസ്തകത്തിന്റെ എൻഡിങ്ങുമായിട്ട് അജഗജാന്തരമുണ്ട്. അവസാനമാകുമ്പോൾ അതൊരു ആനയാണ്. നല്ല നൈസായിട്ടുള്ളൊരു പുസ്തകമാണ്, വായിക്കേണ്ട. വായിച്ച് അനുഭവിച്ചറിയണം. ഓക്കെ, Alright. ഒരിക്കലും ഞാൻ പറയാം, നിരാശപ്പെടുത്തില്ല. അത് ഞാൻ ഗ്യാരണ്ടി പറയാം. ഓക്കെ, എപ്പിസോഡ് വളരെ നീണ്ടുപോയി. ഏതെങ്കിലും ആളുകൾ ഇതിനെപ്പറ്റി പറയാനുണ്ടോ? അഖിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത അഖിൽ നമ്മൾ author ആണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ ആകെ ഇപ്പം പോപ്പുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശിഷ് ബെൻ അജയ് എന്ന് പറഞ്ഞിട്ട് കോവിഡ് ടൈമിൽ പുള്ളി 2 ഹൊറർ തീംഡ് നോവൽസ് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേരുകൾ 2 നമ്പറുകളാണ്. ചെറിയൊരു ലിങ്കും ഉണ്ട് ആ കഥകൾ തമ്മിൽ. 307.47 ഫസ്റ്റ് വൺ. ഓക്കെ, പിന്നെ 446054 അങ്ങനെ എന്തോ 4436 സംതിങ്, അങ്ങനത്തെ ഒരു സംഭവം. അങ്ങനെ എന്തോ ആ നമ്പറുകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കാരണം അത് രണ്ടും ആക്ച്വലി അത്യാവശ്യം നല്ല റീഡർഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. കാരണം ഞാൻ ഫേസ്ബുക്കിലൂടെ അല്ലാണ്ട് ഞാൻ എവിടെന്നൊക്കെയോ കണ്ടുപിടിച്ച് പോയി വായിച്ചൊരു പുസ്തകങ്ങളാണ്, കേട്ടറിഞ്ഞ് വായിച്ച പുസ്തകങ്ങളാണ്. അത് നമ്മുടെ ഗ്രൂപ്പിലാണോ, വാട്സാപ്പ് ഗ്രൂപ്പിലാണോ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ എവിടെന്നോ കണ്ടെടുത്ത് വായിച്ച ബുക്കാണ് ഞാനിത്. കുഴപ്പമില്ല, 2 അത്യാവശ്യം ഭയങ്കര വാവ് ത്രില്ലേഴ്സ്, പക്ഷെ എന്നാലും വായിച്ചിരിക്കാവുന്ന 2 ത്രില്ലേഴ്സ് ആണ് രണ്ടും. അഗൈൻ ഒരു ഹൊറർ മൂഡിൽ എഴുതിയേക്കുന്ന, ഒരെണ്ണം ഒരു ബാങ്കില് നടക്കുന്ന ഒരു കഥയാണ്, ബാങ്ക് മാനേജറിന്റെ കഥ. മറ്റേത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എവിടെയോ റോഡ് അത് ട്രിപ്പിന് പോകുന്നത്. ഫസ്റ്റ് ബുക്കാണ് റോഡ് ട്രിപ്പിന് പോകുന്ന പുസ്തകം. അപ്പൊ അതിനകത്ത് ബുക്ക് ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇതിനകത്ത്. ഈ ഫസ്റ്റ് ബുക്കിനകത്ത് ഈ ഒരുപാട് മൂവി റെഫറൻസസ് അവിടെ ഇട്ടത്, ഈ പല മൂവി ഡയലോഗ്സ് എടുത്ത്, പുള്ളിയുടെ ഫസ്റ്റ് ബുക്ക് ആയതുകൊണ്ടായിരിക്കാം എടുത്ത് താങ്ങിയിട്ടുണ്ട്. കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ പോലത്തെ ടൈപ്പ് അങ്ങനെ അതല്ല, പക്ഷെ വേറെ ചില ഡയലോഗ് എടുത്തിട്ട് തട്ടിയിട്ടുണ്ട്. ചെറിയ ബുക്കാണ്, ലൈറ്റ് ബുക്കാണ്. പക്ഷെ ആ ബുക്കിന്റെ ഏറ്റവും വലിയ റെഡീമിങ് ക്വാളിറ്റി അതിന്റെ ട്വിസ്റ്റാണ്. ഒരു ആ ട്വിസ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു പുസ്തകത്തിൽ. അത് ഞാൻ വളരെ വലിയ പ്രതീക്ഷയില്ലാതെ വായിച്ച് അവസാനിപ്പിക്കാറായപ്പോൾ ആ ട്വിസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന ഒരു കെയിം ഔട്ട് ഓഫ് നോവെയർ എന്ന് പറയുന്ന ട്വിസ്റ്റാണ്. കുഴപ്പമില്ലായിരുന്നു. ഈവൻ ബാങ്ക് മാനേജറിന്റെ ഇതുമാരെ ഒരു മാനേജർ വന്ന്, പുതിയ മാനേജർ വരുന്ന ചെറിയൊരു ഹോണ്ടഡ് ബാങ്ക് ആണത്. അങ്ങനെ ഒരു ചെറിയൊരു കഥ, നല്ല കുഴപ്പമില്ല, നൈസ് വർക്ക്. ഇദ്ദേഹം ഒരു ബാങ്ക് മാനേജറാണ്. പുള്ളി ഇപ്പോൾ വേറെ എവിടെയാണ്, പുള്ളി ഫേസ്ബുക്കിലുണ്ട്. ആള് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആള് മറ്റേ നോർത്ത് ഇന്ത്യയിൽ എവിടെയാണ്. ഓക്കെ, ഇതാണല്ലേ അതിന്റെ ബ്ലർബ്. ഭ്രമാത്മകവും സ്വപ്ന സമാനവുമായ അനുഭവ പരമ്പരകളുടെ വായനക്കാരനെ ആകാംക്ഷയുടെ മുനമ്പിലെത്തിക്കുന്ന നോവൽ. ശരി, കരിക്കിന്റെ ഒരു എപ്പിസോഡില് ഒരു പടം നോക്കിയിട്ട് നമ്മുടെ ജോർജ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ഉണ്ട്. വർണ്ണമിശ്രങ്ങളുടെ സങ്കര സമ്മിശ്രണം അല്ലേ ഇത്? അപ്പൊ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്താലോ? എന്നാൽ എനിത്തിങ് എൽസ്? താങ്ക് യു ആൾ ഫോർ കണ്ടിന്യൂയിങ് ഓൺ ദിസ് ജേർണി വിത്ത് us. നമ്മുടെ പോപ്പുലർ ഫിക്ഷന്റെ 3ാമത്തെ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുന്നു. അടുത്ത തവണ ഇനിയും പുതിയൊരു എപ്പിസോഡുമായി കാണാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ. സന്ദീപ്, അനൂപ്, കൃഷ്ണകുമാർ ആൻഡ് ലേഖ. ബൈ. ബൈ. ബൈ.